CPM-നെയും മുസ്ലിം ലീഗിനെയും വെല്ലുവിളിച്ച BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. മഞ്ചേശ്വരത്ത് BJP-യെ തോൽപ്പിക്കാൻ CPM ലീഗിനെ സഹായിക്കുകയാണ്. ലീഗ് നേതാക്കന്മാരിൽ നിന്നും പണം വാങ്ങി CPM വോട്ട് മറിച്ച് നൽകുകയാണെന്നും MT രമേശ് കാസർഗോഡ് വിമർശിച്ചു. മിഥുൻ പിള്ള കാസർഗോഡ് നിന്നും ചേരുകയാണ്. മിഥുൻ, ഈ BJP കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലം മുതൽ, അതായത് 1980-ൽ BJP രൂപീകൃതമായതിനു ശേഷം പിന്നീട് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴും കാസർഗോഡും മഞ്ചേശ്വരത്തുമൊക്കെ BJP 2ാം സ്ഥാനത്ത് എത്താറുണ്ട്. പക്ഷേ എന്തുകൊണ്ടത് 1ാം സ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ക്രോസ് വോട്ടിംഗ് നടക്കുകയാണ്. മുസ്ലിം ലീഗിന് CPM വോട്ട് മറിക്കുകയാണ്. അപ്പോൾ MT രമേശ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 1980 മുതൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മതി എന്ന വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഗൗതം പറഞ്ഞതുപോലെ തന്നെ BJP രൂപീകൃതമായ കാലം തൊട്ട് തന്നെ മഞ്ചേശ്വരത്ത് അതിശക്തമായ പോരാട്ടം എല്ലാ കാലത്തും കാഴ്ചവെച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരിയ വോട്ടുകൾക്കാണ് പലപ്പോഴും മഞ്ചേശ്വരം BJPക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതും. അത് പലപ്പോഴും BJP വിജയിക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ മഞ്ചേശ്വരത്ത് CPM മുസ്ലിം ലീഗിനെ സഹായിക്കുന്നു എന്നൊരു ആരോപണം തുടക്കം തൊട്ടേ വന്ന് ആ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ MT രമേശൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, തൊട്ട് മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ വെറും 89 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് വിജയിക്കുമെന്നൊരു ഘട്ടത്തിൽ അത് വോട്ട് മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് CPM വോട്ട് മറിച്ചു കൊടുത്തു എന്ന ആരോപണം അന്നേരവും ഉയർന്നിരുന്നു. ആ ആരോപണത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ MT രമേശ് പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ CPM-നെയും ലീഗിനെയും വെല്ലുവിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗ് നേതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങി CPM വോട്ട് ലീഗിന് മറച്ചു കൊടുക്കുന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ പണക്കാരായ ലീഗിന്റെ നേതാക്കന്മാരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ CPM ലീഗിന് വോട്ട് മറിച്ചു കൊടുക്കുന്നതെന്നാണ്. ഈ ഒരു പശ്ചാത്തലം തന്നെയാണ് എന്തിനാണ് നിങ്ങൾക്ക് 2 സ്ഥാനാർത്ഥി, 2 പേർക്കും ഒറ്റ സ്ഥാനാർത്ഥി പോരെ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിന് അങ്ങനെ നിർത്താൻ വേണ്ടി അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. ഗൗതം, ഓക്കെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് പൊതു സ്ഥാനാർത്ഥി പോരെ, ഇടതുമുന്നണിക്കും മുസ്ലിം ലീഗിനും ഒരു സ്ഥാനാർത്ഥി പോരെ എന്ന വളരെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തിനെതിരെ വിമർശനവുമായി BJP നേതാവ് MT രമേശ് രംഗത്തെത്തിയത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.